പിറവം നഗരസഭയിൽ 2021-22 വർഷ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകളെന്ന് പിറവം നഗരസഭയിലെ UDF അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ. ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് കൗൺസിലിൽ പ്രതിഷേധിച്ചതെന്നും UDF അംഗങ്ങളുടെ വിശദീകരണം. പിറവം നഗരസഭ 2021-22 വർഷ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചകളും ക്രമക്കേടുകളും കെടുകാര്യസ്ഥതയുമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് UDF അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കൗൺസിലിൽ പ്രതിഷേധിച്ചതെന്നും UDF അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. കൊട്ടേഷൻ വഴി ഇവിടെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങേണ്ടിയിരുന്ന മരുന്ന് ഇടപ്പള്ളിയിലുള്ള ഒരു സ്മാർട്ട് സപ്ലൈസിൽ നിന്ന് വാങ്ങിയത് ഓഡിറ്റിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 13,40,48,18 രൂപ ആ ഓഡിറ്റിൽ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ കൺസേൺഡ് കക്ഷികളിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അംഗൻവാടിയിലെ കൊച്ചു കുട്ടികൾക്ക് പോഷകാഹാരം നൽകിയ ഇനത്തിൽ 4 ലക്ഷത്തിൽ പരം രൂപയുടെ ക്രമക്കേട് നടന്നതായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായ സൂചനയുണ്ട്. നഗരസഭാ കൗൺസിലർമാരായ തോമസ് മല്ലിപ്പുറം, രാജു പാണാലിക്കൽ, പ്രശാന്ത് മമ്പുറം, അന്നമ്മ ഡോമി, മുൻ കൗൺസിലർ അരുൺ കല്ലറയ്ക്കൽ, തോമസ് തേക്കുമൂട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 7 മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് നാളിതുവരെ നഗരസഭാ കൗൺസിലിൽ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യുവാൻ പോലും കഴിയാത്ത ഒരു ഭരണസമിതിയാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. ഇപ്പോൾ തങ്ങൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ മറച്ചു വയ്ക്കുവാനാണ് കഴിഞ്ഞ UDFന്റെ ഭരണസമിതിയുടെ കാലത്ത് ഇതെന്നുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി നഗരസഭാ വൈസ് ചെയർമാനും മറ്റും രംഗത്ത് വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്